AK ഷാനിബ്, ഇപ്പോൾ പോലീസ് നന്നാകുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് മാത്രം വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരുടെ കാര്യം വസന്ത് ചൂണ്ടിക്കാട്ടി. അങ്ങനെ മാത്രവുമല്ല, ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഒരു പ്രശ്നത്തിൽ ഭയമേതുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ എത്തുക, ആ കാര്യം പോലീസിനെ ധരിപ്പിക്കുക, അതിൽ നിന്ന് ഒരു പരിഹാരവും ആശ്വാസവും നേടുക എന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാകണം. ജനസേവന കേന്ദ്രങ്ങളായി തന്നെ പോലീസ് സ്റ്റേഷൻ മാറണം. അവിടെ ഏതെങ്കിലും തെറ്റ് ഈ രണ്ട് ഭരണ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ആദ്യം തന്നെ ഈ പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എങ്കിൽ അത് സ്വാഗതം ചെയ്യേണ്ടതല്ലേ? എൻ്റെ പ്രിയ സുഹൃത്ത് ബസന്ത് ഇവിടെ നിരവധി തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി, എന്താണ് വേട്ട നായ്ക്കളെ പോലെ, പേപ്പട്ടികളെ പോലെ, പേ പിടിച്ച നായ്ക്കളെ പോലെ എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാസ രൂപത്തിൽ അദ്ദേഹം പറയുന്നത് ഇനിയുള്ള കാലം ഡിവൈഎഫ്ഐക്ക് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന രീതിയിൽ ഒരു പരിഹാസ രൂപത്തിലൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. എന്ന് മുതലാണ് ഈ സമരങ്ങളെയൊക്കെ ഇങ്ങനെ പരിഹാസത്തോടു കൂടി കാണാൻ കഴിയുന്ന ഒന്നായി അങ്ങയെപ്പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് സാധിക്കുന്നത് എന്ന് അങ്ങ് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ നിരവധി മനുഷ്യരെ കഴിഞ്ഞ ഏറെ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട്, കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലവും ഒരു പോലീസുകാരനും ഒരു അതിക്രമവുമായി കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ഉന്നതിയിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള മനുഷ്യർ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കടുത്ത ആക്രമത്തിന് വിധേയമാക്കുന്നത് കണ്ട ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലവും ഇത്തരം സംഭവങ്ങൾ ഈ നാട്ടിൽ അന്യമായിരുന്നെങ്കിൽ ഇന്ന് പോലീസ് നരനായാട്ട് നടത്തുന്നതിൻ്റെ നേർചിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ്. അവിടെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ വരുന്ന സമയത്ത് ഗവൺമെൻറ് ഇടപെട്ട് പോലീസും ആ പ്രദേശത്തെ ജനങ്ങളും തമ്മിൽ അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ സർക്കാർ മാറി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറിയ തക്കം നോക്കി പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ, നിങ്ങൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിൻ്റെ മുമ്പോ അല്ല, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്ന് മാത്രമല്ല, ഇവർ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അതേ മണിക്കൂറിൽ തന്നെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും ജീവനക്കാരെ സ്ഥലം മാറ്റാനും ഒക്കെ തീരുമാനമെടുത്ത അതേ കാലഘട്ടത്തിൽ ഇവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നു എന്ന ഘട്ടത്തിൽ തന്നെ ഒരു നിരവധി സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടത്തേക്ക് പോലീസിനെ കയറൂരുവിട്ട് പോലീസ് അതിക്രമം ഈ നാട് നേരിട്ട് കണ്ട വളരെ ഒരു പതിറ്റാണ്ടിന് ശേഷം പോലീസ് അതിക്രമം നമ്മൾ നേരിട്ട് കണ്ടത് ഈ പിന്നെ ഉന്നതിയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലാണ്. പിന്നെ എന്ത് നീതി ഇവർ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത്? ഏത് നീതിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? വസന്ത് ഇവിടെ പറഞ്ഞു, കേരളത്തിൽ പല പ്രദേശങ്ങളിലുമുള്ള ആളുകൾ, സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, ലാത്തിച്ചാർജേറ്റ് പരിക്കേറ്റ ആളുകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഈ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരാൾക്കും, ഏതൊരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കാതെ തന്നെ സമര ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് സ്വാഭാവികമായി പരിശോധിച്ചാൽ പോലും ഒരു കറുത്ത ഏടായി നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് വസന്തന് അറിയാത്തതാണ്. ഞാൻ പറയുന്നത് UDF അധികാരത്തിലിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഘട്ടത്തിലും ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ ഒരു മർദ്ദന ഉപകരണമായി ഉപയോഗിക്കുക എന്നുള്ളത് UDFും കോൺഗ്രസും ഒരു രാഷ്ട്രീയ നയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അധികാരത്തിലെത്തുമ്പോൾ ഇപ്പോൾ വസന്ത് എന്നോട് പറയാണ് ഉപദേശമായി, ഷാനിബ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐക്കാർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകില്ല എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ വരുന്ന 5 വർഷവും ഈ കേരളത്തിലെ തെരുവുകളിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾക്കും ഈ നാട്ടിലെ മനുഷ്യർക്കും ജനങ്ങൾക്കെല്ലാം
സമരരംഗത്ത് ഇറങ്ങേണ്ടി വരുന്ന ഒരു ഭരണമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നല്ലേ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു സമരത്തിന്റെ കാലം, ഒരു 5 വർഷക്കാലം നിങ്ങൾ നടത്താൻ പോകുന്നത് ഈ നരനായാട്ടിന് തുല്യമായ സമരം ചെയ്യേണ്ടി വരുന്ന, ജനങ്ങളെ സമരത്തിലേക്ക് വലിച്ചെറിയുന്ന തീരുമാനങ്ങളുമായി UDF മുന്നോട്ട് പോകുന്നു എന്നല്ലേ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം? എത്ര ഉദാഹരണങ്ങൾ UDF കാലത്ത് ഈ നാട്ടിൽ നരനായാട്ടിന് നേതൃത്വം കൊടുത്ത എത്ര ഉദാഹരണങ്ങളുണ്ട്. മുത്തങ്ങ സംഭവം നമുക്ക് മറക്കാൻ കഴിയുന്ന സംഭവമാണോ? അങ്ങനെ പോലീസിനെ മർദ്ദനോപാധിയായി ഉപയോഗിക്കുകയും അതിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കാൻ, രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത 4 ആദിവാസി ചെറുപ്പക്കാരെയല്ലേ അവിടെ വെടിവെച്ചു കൊന്നത്? 20 തവണയാണ് മുത്തങ്ങയിൽ UDF പോലീസ് വെടിവെച്ചിട്ടത്. 20 റൗണ്ടാണ് അവർ വെടിവെച്ചത്. 4 ആദിവാസി ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. ഒരു കാലഘട്ടത്തിലും അവർക്ക് നീതി നൽകാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, അവർക്കെതിരെ എല്ലാം നരനായിട്ട് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ വക്താവായി ഇവിടെ വന്നിരുന്നു കൊണ്ട് ഇനി നിങ്ങൾക്ക് സമരം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ പറയുകയാണ്. ശരി, ഈ നാടിന്റെ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല, നമുക്കറിയാം. ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അതിന്റെ എല്ലാ ഭീകരമുഖവും പുറത്തു കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിലും അതേ പ്രവർത്തനവുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് കീഴിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനമായി ഈ പോലീസ് സംവിധാനം ഈ 10 വർഷക്കാലം അവർ അടച്ചുവെച്ച അവരുടെ ആ അക്രമ വാസന അത് പുറത്തെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ വസന്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ തെരുവിലുണ്ടാകും. അതിന് പോലീസിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. പോലീസിനെതിരെയാണെങ്കിലും ശരി, പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എന്നതിന്റെ സൂചനയല്ലേ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി നൽകിയത് എന്നതായിരുന്നു എന്റെ ചോദ്യം. ശ്രീ ഷാനിബ്, അദ്ദേഹം കൂടുതൽ ജനകീയമാക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ വന്നാൽ അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ് അവരെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് പോലീസിനെ മാറ്റുമെന്നതിന്റെ ഒരു ശുഭകരമായ സൂചനയാണ് നൽകിയത്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ലാത്തി കൊണ്ട് അടിച്ചു വീഴ്ത്തുമെന്നാണോ പറഞ്ഞത്? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശ്രീ സക്കറിയ ജോർജ്, താങ്കൾക്ക് കേൾക്കാമോ ഇപ്പോൾ? ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടിരുന്നുവല്ലോ, പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. നമുക്ക് ആവശ്യമുള്ളത് ഹൈലി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ഈ രാജ്യത്തെ നിയമങ്ങളെ അനുസരിക്കുന്ന പൗരന്മാർ, നിയമം കൃത്യമായി നടപ്പാക്കുന്ന പോലീസ്, അതിനുതകുന്ന രീതിയിലുള്ള ഒരു ജുഡീഷ്യറി, ഇതൊക്കെയാണ് ആവശ്യം. തെരുവിൽ വന്ന് അക്രമം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പോലീസിനെ നേരിടുന്നതും പൊതുമുതൽ തല്ലിപ്പൊട്ടിക്കുന്നതും ഒക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.